നമസ്കാരം. 2-3 ദിവസം മുമ്പ് ആ മാജിക് സംഖ്യ പിന്നിടേണ്ടതായിരുന്നു. ഇപ്പോൾ പിന്നിട്ട് കാണും. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. മാസത്തിനകം 6 ലക്ഷം കണ്ടെയ്നറുകൾ എന്നുള്ള ഒരു വലിയ കുതിപ്പിലോട്ട് TRV ഇപ്പോൾ കടന്നിട്ടുണ്ടാകും. പക്ഷെ 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഇന്നിപ്പോ 3 ദിവസം കൂടിയായി. സെപ്റ്റംബറിൽ തന്നെ ഈ ഒരു മാജിക് സംഖ്യ കിടക്കേണ്ടതായിരുന്നു. അഖിലേന്ത്യയുടെ അറസ്റ്റാണ് അത് പ്രൊലോങ് ചെയ്യിച്ചത്. എന്തായാലും ഇപ്പോൾ മോണിക്ക അവസാനം ഞാൻ പ്രസന്റേഷന്റെ സമയത്ത് 272ാമത്തെ കപ്പലാണ്. ഈ സാമ്പത്തിക വർഷത്തെ 272ാമത്തെ കപ്പലാണ്. പുറംകടലിൽ അഗലിക്കി ആൻഡ് ലെനി MSCയുടെ മറ്റ് 2 കപ്പലുകൾ കൂടിയുണ്ട്. ലെനി 400 മീറ്റർ നീളമുള്ള കപ്പലാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഏതെങ്കിലും ഒരു വെസൽ ഇപ്പോൾ അകത്ത് പ്രവേശിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 273 കപ്പൽ എന്നുള്ള നാളിതുവരെയുള്ള ഒരു ശരാശരി കണക്ക് വെച്ച് 6 ലക്ഷം കണ്ടെയ്നർ, നമ്മുടെ 12 ലക്ഷം എന്നുള്ള ഒരു വലിയ കുതിപ്പിന്റെ മുന്നോടിയായിട്ട് 6 മാസം 6 ലക്ഷം ആദ്യത്തെ നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിരിക്കും. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സാമ്പത്തിക വർഷം മുഴുവനായിട്ട് വിലയിരുത്താൻ പോകുന്നത്, പെർഫോമൻസ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 6 ലക്ഷം എന്നുള്ള ഒരു വലിയ കടമ്പ, ഒരു മൈൽ സ്റ്റോൺ നമ്മൾ ഇന്ന് പിന്നിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്നത്തെ ഈ 273ാമത്തെ കപ്പൽ കയറ്റിറക്ക് നടത്തി കഴിയുമ്പോൾ, മുഴുവൻ ഡിസ്ചാർജിങ്ങും ലോഡിങ്ങും നടത്തി കഴിയുമ്പോൾ 6 ലക്ഷം എന്നുള്ള ഒരു വലിയ സംഖ്യയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാകും. ചത്തത് കീചകനെങ്കിൽ സ്ഥിരം പറയുന്ന ഡയലോഗാണ്. എവിടെ കപ്പലിടിച്ചാലും അത് വിഴിഞ്ഞം കാരണമെന്ന് ഇപ്പൊ അങ്ങ് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. 140 ദിവസത്തിന്റെ സമരത്തിൽ ചീറ്റിപ്പോയ ചിലർ ഒരു പത്രക്കുറിപ്പ് ഇറക്കി. വിഴിഞ്ഞം പോർട്ട് വന്നതോടെ MSC കമ്പനിയുടെ കപ്പലുകൾ കപ്പൽ ചാലുകളിലൂടെയുള്ള സഞ്ചാരം മാറ്റി നിയമങ്ങളെല്ലാം ലംഘിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. MSC സിൽവർ സെക്കൻഡ് ഒരു വള്ളത്തിന്റെ കൊമ്പിൽ, അതിന്റെ അറ്റത്ത് എവിടെയോ ഇടിച്ചു എന്നുള്ളതാണ് ആക്ഷേപം. ഇതും വിഴിഞ്ഞ തുറമുഖമായിട്ട് എന്താണ് ബന്ധം? സംഭവം നടന്നത് കൊച്ചിയുടെ പുറംകടല്. അപ്പോഴും വിഴിഞ്ഞത്ത് വിടാൻ തയ്യാറല്ല. കാരണം ഇതാണ് അജണ്ട. ഇതാണ് എങ്ങനെയും TRV തകർക്കുക എന്ന് മനസ്സിൽ 24 മണിക്കൂറും കൊണ്ട് നടക്കുന്നവർക്ക് എവിടെ എന്ത് സംഭവിച്ചാലും അത് ഈ തുറമുഖം കാരണമാണ് എന്നുള്ളതാണ്. ഇവിടെ കപ്പലുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. തുറമുഖം വന്നതോടുകൂടി കപ്പലിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇവിടെ ഈ അപകടം ഉണ്ടാക്കി എന്ന് പറയുന്ന കപ്പൽ സെപ്റ്റംബർ 22-ാം തീയതി കൊളംബോയിൽ നിന്ന് നമ്മുടെ വാൻഹായി മുംബൈയിലോട്ട് പോയതുപോലെ കൊളംബോയിൽ നിന്ന് കൊച്ചിയിലോട്ട് പോയ കപ്പലാണ്. 22-ാം തീയതിയാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. 24 മുതൽ ഈ കപ്പൽ പുറംകടലിലുണ്ട്, കൊച്ചിയുടെ പുറംകടലിലുണ്ട്. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ ഈ കപ്പലോടെ ഉള്ള വിവരം അറിയില്ലേ? മത്സ്യത്തൊഴിലാളികൾക്ക് മുൻകരുതൽ എടുക്കാമല്ലോ. എല്ലാം കപ്പലിന്റെ നെഞ്ചത്തോട്ട് എന്തിനാണ് കയറുന്നത്? അപ്പൊ ഇത്രയും ദിവസമായിട്ട് 24 മുതൽ അപകടം നടന്ന 1-ാം തീയതി ഒക്ടോബർ 1-നാണ് അപകടം നടന്നതെങ്കിൽ ഇത്രയും ദിവസം ആ കപ്പൽ രാത്രിയും പകലും അവിടെ ഉണ്ട്. ഇപ്പൊ മുൻകരുതൽ നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കാമല്ലോ. അതൊന്നും ചെയ്യാതെ നേരെ വരുന്നത് TRVയുടെ നെഞ്ചത്തോട്ടാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ട സർക്കാർ ഇതുവരെയും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതേസമയത്ത് എൽസാത്രിയുടെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ കൈവശം ഒരു രേഖയിരിപ്പുണ്ട്. വാൻഹായ് 503 എന്ന് പറയുന്ന കപ്പൽ ഇവിടെ ഉണ്ടാക്കിയ അപകടം അവര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കപ്പലിനകത്ത് ഡേഞ്ചറസ് ഗുഡ്സ് ലിസ്റ്റ്, എത്രത്തോളം മാരകമായ വസ്തുക്കൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. മാരകമായ വസ്തുക്കൾ കപ്പലിലൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതിനകത്ത് യാതൊരു തർക്കമില്ല. അല്ലാതെ വിമാനത്തിലും ബസ്സിലും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. കപ്പലിൽ കൂടെ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ആ കപ്പലിനെ തൊടാനോ ആ കപ്പലിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാനോ താല്പര്യം കാണിക്കുന്നവരാണ് ഹസാഡസ് മെറ്റീരിയൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന അപകടരഹിതമായ എൽസാത്രിയെ പിടികൂടാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത്. എൽസാത്രിയുടെ ലിസ്റ്റിനകത്ത് ഡേഞ്ചറസ് ഗുഡ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി അവർ എഴുതിയിട്ടില്ല. ഇതിനകത്ത് ഫ്ലാഷ് പോയിന്റ് 10 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി ചൂട് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും തീ പടർന്നു പിടിച്ച് 10 ഡിഗ്രിയുള്ള ചൂട് വന്നു കഴിഞ്ഞാൽ ഫ്ലാഷ് പോയിന്റ് 10 വസ്തുക്കൾ അടക്കം അതിനകത്തുണ്ട്. അങ്ങനെയുള്ള കൃത്യ ലിസ്റ്റ് ഏകദേശം
148 കണ്ടെയ്നറുകളുടെ ലിസ്റ്റ് ഉള്ളതിനകത്ത് എൻവയോൺമെന്റലി ഹസാർഡസ് എന്ന് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. എൻവയോൺമെന്റലി ഹസാർഡസ് എന്ന് നെഞ്ചത്ത് എഴുതി വെച്ചിട്ട് ഒരു കേസും ഇല്ല, ഒരു അറസ്റ്റും ഇല്ല, ഒന്നുമില്ല. എൽസാത്ത് കാരണം എന്താണ്? വാൻഹായ് 503യും TRV ആയിട്ട് ഒരു ബന്ധവുമില്ല. കൊളംബോയിൽ നിന്ന് പുറപ്പെട്ടു മുംബൈയിലോട്ട് പോയി. എന്തിനു അറസ്റ്റ് ചെയ്യണം? അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നടപടി എടുക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ട്രൈക്ലോറോ ബെൻസീൻ, അതിനകത്തുള്ള വസ്തുക്കളുടെ 11ാമത്തെ കണ്ടെയ്നർ ട്രൈക്ലോറോ ബെൻസീൻ, 51ാമത്തെ കണ്ടെയ്നർ ഫ്ലെയിമബിൾ ലിക്വിഡ് ലൈം സിട്രസ് ഓറൻഡി ഫൂളിയ, ഞാൻ വായിക്കുന്നതൊക്കെ ശരിയാണോ എന്നില്ല. 104ാമത്തെ കണ്ടെയ്നർ ഫ്ലെയിമബിൾ സോളിഡ് ട്രൈ ഇഥൈൽ എനഡിമൈൻ, 118 ഫ്ലെയിമബിൾ ലിക്വിഡ്. ഇത്രയും വസ്തുക്കൾ ഉണ്ട് ഈ കപ്പലിൽ ഉണ്ടായിരിക്കുകയും ഈ കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയും കത്തുകയും ആകാശത്ത് മാരകമായ വിഷം പോവുകയും ഒക്കെ ചെയ്തിട്ട് ഒരു കേസോ ഒരു നടപടിയോ ഒരു വക്കീൽ നോട്ടീസോ പോലും അയക്കാത്ത കേരള സർക്കാരിലെ ബഡ ഉദ്യോഗസ്ഥരാണ് ഒരു മലിനീകരണം നടത്തിയില്ല എന്ന് അവര് തന്നെ പറയുന്ന വസ്തുതകൾ ഉണ്ടായിരിക്കെ എൽസാ3യുടെ പേരിൽ അഖിലേന്ത്യയെ 87 ദിവസമായിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്ത് 27 ജീവനക്കാരെ ആത്മഹത്യയിലോട്ട് പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് നയം. അത് മാത്രമല്ല, 2007 കൊച്ചിയിൽ തന്നെ ഒരു കപ്പൽ പൊങ്ങിയിട്ടുണ്ട്, മറിയ എസ്. അതിനകത്തുള്ള ഫ്യൂവൽ മുഴുവൻ കടലിൽ തന്നെ പോയി, ഒരു കേസും ഇല്ല. 12 കോടി രൂപ പോർട്ട് ട്രസ്റ്റ് ആവശ്യപ്പെട്ടിട്ട് വെറും 2 കോടി രൂപയാണ് അവർ കെട്ടിവെച്ചത്. ഇങ്ങനെയൊക്കെയാണ് രണ്ട് ചിറ്റമ്മ നയമാണ് TRVയോട് പുലർത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല കേരള സർക്കാരിന്റെ ഈ സമീപനം കാണുമ്പോൾ, വായിക്കുമ്പോൾ. ഓർമ്മയുണ്ടല്ലോ ശ്രീനാഥിന്റെ ഒരു കണ്ടെയ്നർ ട്രക്കത്തോൺ കഥ നമ്മളെ ഴ പഠിപ്പിച്ചത്. എങ്ങനെയാണ് ഴ എഴുതേണ്ടതെന്ന് കപ്പൽ ഓടിച്ചുകൊണ്ട് ഒരു ഴ നമ്മളെ കുഴച്ചതുപോലെ അത് വീണ്ടും കുഴയ്ക്കുകയാണ്. ആ ഴ വീണ്ടും കുഴയ്ക്കുകയാണ്. TRVയിലിരുന്ന കണ്ടെയ്നർ തൂത്തുക്കുടിയിൽ പോയി, തൂത്തുക്കുടിയിൽ നിന്ന് കപ്പൽ കയറി നമ്മുടെ മുമ്പിലൂടെ കൊച്ചിയിൽ പോയി, കൊച്ചിയിൽ നിന്ന് TRVയിലെത്തി, TRVയിൽ നിന്ന് കപ്പലിൽ കയറ്റി സ്പെയിനിലെ വലൻസിയയിലോട്ട് പോവുകയായിരുന്നു പദ്ധതി. അതിനെന്ത് വേണമായിരുന്നു? ഇന്നലെ MSC വേഗ പുറപ്പെടുന്നതിന് മുമ്പ്, എന്താണ് കപ്പലിന്റെ പേര്? എഗലിക്കിയാണോ അജിലിക്കിയാണോ എനിക്കറിയില്ല. ഇപ്പോ ബർത്തിലുണ്ടാവും. ഈ കപ്പൽ വന്നാലാണ്, ആ കപ്പലിലാണ് കണ്ടെയ്നർ ട്രാക്ക് ചെയ്തപ്പോൾ ആ കപ്പലിലാണ് കണ്ടെയ്നർ കയറി കൊച്ചിയിൽ പോയി TRVയിൽ വന്നിട്ട് വേഗയിൽ കയറ്റി പോകണം. വേഗ അങ്ങ് പോയി. കാരണം എന്താണ്? എഗലിക്ക എത്തിയില്ല. അവസാനം രണ്ടുപേരും കടലിൽ വെച്ച് ഏകദേശം ഒരുമിച്ച് കണ്ടുമുട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ടെയ്നർ കൈമാറിയില്ലെങ്കിലും അവർ തമ്മിലുള്ള ആശംസകൾ കൈമാറിയിട്ട് MSC വേഗ കടന്നുപോയി. എഗലിക്ക ഇപ്പോഴും പുറംകടലിലോ ബെർത്തിലോ ഉണ്ട്. അപ്പൊ എന്താണ്? ഴ വീണ്ടും കുഴഞ്ഞു. കണ്ടെയ്നർ വേഗയിൽ കയറിയിട്ടില്ല. ഇനി കയറാൻ പോകുന്നത് പുതിയൊരു കപ്പലാണ്. അത് വരുന്നുണ്ട്. 28-ന് വലൻസിയ എത്തുന്നത് ഇപ്പോൾ നടക്കില്ല. നേരത്തെയുള്ള കണക്ക് പ്രകാരം വലൻസിയയിലോട്ട് 28-ാം തീയതി എത്തുമായിരുന്നു എഗലിക്കയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ. ഇനി എന്താണ്? 8-ാം തീയതി എത്തുന്ന മേരി ലെസ്ലിയിലെ ഇനി കയറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോ TRVയിൽ ഇരുന്ന ഒരു കണ്ടെയ്നർ ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ നേരിട്ട് കയറി MSC വേഗയിൽ പോകേണ്ടിയിരുന്ന ഒരു കപ്പൽ ഴായിലൂടെ കുഴച്ച് മറിച്ച് ചക്ക കുഴയ്ക്കുന്ന പരുവത്തിലാക്കി. ഇനി 8-ാം തീയതി വരെ കാത്തിരിക്കണം. അപ്പൊ മൊത്തത്തിൽ അവിടെ എത്താൻ വീണ്ടും 5-6 ദിവസം വൈകും. നിങ്ങൾ ഇനിയും ഗേറ്റ് തുറക്കരുതെന്നുള്ള വലിയ ഒരു അഭ്യർത്ഥനയാണ് സെയിലിംഗ് കമ്പനിക്ക് ഇവിടുത്തെ അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിൽ വെക്കുവാനുള്ളത്. എന്നാലേ ഇവിടുത്തെ വ്യവസായികൾ, ചെന്നൈയിലൊരു കയറ്റിറക്കുമതിക്കാരൻ പരിപാടി തന്നെ ഉപേക്ഷിച്ച് നാടുവിടുന്നു. ഇവിടുത്തെ വ്യവസായികളും വല്ല കയറിൽ അഭയം തേടണമെങ്കിൽ നിങ്ങളുടെ ഈ വിടുവായത്തരങ്ങൾ ഇനിയും തുടരണം.